ഞാൻ ഈ ചോപ്പൊക്കെ ഇട്ടിട്ട് ടൊമാറ്റോ പോലെ റോഡ് സൈഡിൽ നിൽക്കുന്ന എന്തിനാണെന്നറിയോ? ബസ് കാത്ത് നിൽക്കുവാണ്. അങ്ങനെ ബസ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാമും കയറിയിട്ട് ഞങ്ങൾ സിറ്റിയിലെത്തി. എവിടെയാണെന്നറിയോ? വിക്ടോറിയ മാർക്കറ്റിൽ ഇപ്പോൾ വിൻ്റർ നൈറ്റ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് അന്നയും കൂടിയാണ് അത് കാണാൻ വേണ്ടി വന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ സ്ട്രീറ്റിൽ കൂടി നടന്നു. ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. ദൈവമേ, പോണോ വേണ്ടെന്നൊക്കെ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെയെന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഈ പറഞ്ഞ് പുറത്തുനിന്ന് കണ്ട പോലെ തന്നെ നല്ല തിരക്കായിരുന്നു ഉള്ളിൽ. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറേണ്ടതെന്ന്. പക്ഷേ ആ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഇവിടെ ബേസിക്കലി അറൗണ്ട് ദി വേൾഡ് ഉള്ള ഫുഡ് ഐറ്റംസ് കിട്ടും. പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എവിടെ തുടങ്ങണം എന്നുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം ഈ ഒരു ചുറോസ് കഴിച്ചിട്ട് തന്നെ ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് കിട്ടിയ ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് മാക്സിമം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടി എന്തോ ഒരു സാധനം തല്ലിക്കൊന്ന് കോലിൽ കുത്തി കഴിക്കുന്നു. അതെന്താ സാധനം ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു. അത് അവസാനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫുഡ് മാത്രമല്ല വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇതേ നോക്ക്, ഒരു ഫെയറി റോളർ സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ടിട്ട് നിൽപ്പുണ്ട്. തളർന്ന് നിൽക്കുവാൻ തോന്നുന്നു. എന്നാലും എന്നെ കണ്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഒരു ചാർലി ചാപ്ലിൻ പെർഫോമൻസ് പോലെ തരണം. എനിക്ക് അയാളുടെ പെർഫോമൻസിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടത് അവിടെ ഇരുന്നിട്ട് അക്കോർഡിയൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന പെൺകുട്ടീനായിരുന്നു എൻ്റെ ഫുൾ ഫോക്കസ്. ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്ത് നിന്ന് പോയി ആ കുട്ടിയുടെ ആ ടാലൻറ്റിൽ. ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്താ പറയുക, കണ്ടു നിന്ന് എല്ലാവരെയും വിളിച്ച് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. പക്ഷേ എൻ്റെ ഫോക്കസ് മൊത്തം ആ പെൺകുട്ടിയിലായിരുന്നു. അതിങ്ങനെ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഈവൻ പുള്ളിക്കാരൻ്റെ ഫുൾ എൻറ്റയർ പെർഫോമൻസ് കഴിഞ്ഞിട്ടും പുള്ളിക്കാരി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ച് നേരം കൂടി നിന്ന് അതൊന്ന് കേട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഈ പെർഫോമൻസ് എല്ലാം കണ്ട് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നപ്പോഴത്തേക്കും കുറേ എന്താ പറയുക സ്ട്രീറ്റ് ഫുഡ്സ് പിന്നെയും സ്റ്റോൾസ് കണ്ടു. അക്രോസ് ദി വേൾഡ് ക്യൂസീൻസ് ഉണ്ട്. എവിടെ തുടങ്ങണം, എന്ത് വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടു. അവിടെ ചെന്ന് ക്യാൻഡീസ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അത് ഭയങ്കര റബ്ബറി ആയിട്ട് തോന്നിയത് കാരണം വാങ്ങിയില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറിജിനലാണ്. ഇല്ല, ഫുൾ ഫേക്കാ. സോപ്പ് പത പോലത്തെ എന്തോ ഒരു സാധനം. പിന്നെ ഞാൻ എന്തുണ്ടായാലും അവിടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പുറത്ത് ഇങ്ങനെ ഒരു തീ കായുന്ന ഒരു സെറ്റപ്പിൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു വാം ഫീലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന ആൾ ഫുഡ് എന്നുള്ള വിളി തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഫയർ ഡാൻസ്. ഇതൊക്കെ കണ്ടില്ല എന്ന് വെച്ചിട്ട് എങ്ങനെയല്ലേ ഓടിപ്പോയി ഫുഡ് കഴിക്കുന്നത്. പിന്നെ കുറേ നേരം അത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് വെച്ചിട്ട് കുറച്ച് സ്റ്റൺസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന ആളുടെ വിശപ്പിൻ്റെ വിളി ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങളൊരു ഫിലിപ്പിനോ സ്റ്റാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു സെറ്റേ പോലത്തെ ഒരു സാധനമാണ്. സോയ സോസ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ബേസ്. പിന്നെ എന്തോ ഫിലിപ്പിനോ സോസൊക്കെ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നല്ലതാവുമെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ ഗ്രേറ്റ് വേ ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന പോലെ അടിപൊളി സാധനമായിരുന്നു. അതും കൂടി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് ബാക്കിയുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഫുഡ് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ ചെടികളുടെ ഷോപ്പുണ്ട്, ബാഗിൻ്റെ ഷോപ്പുണ്ട്, ജ്വല്ലറി ഷോപ്പുണ്ട്, ബുക്സ് ഉണ്ട്, ക്ലോതിങ് ഉണ്ട്, പിന്നെ കുറച്ച് ക്രിസ്മസ് വൈബുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട് കറങ്ങി. സത്യം പറഞ്ഞാൽ ഈ വെൻസ്ഡേസ് മാത്രമേ ഇതുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വെക്കണമെന്ന്. പിന്നെ ജ്വല്ലറി ഷോപ്പിൽ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൗതുകപരമായ കുറച്ച് കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ, ബാഗ് എവിടെ കണ്ടാലും ഓടിപ്പോയി കയറും. എന്നാൽ വാങ്ങൂ, അതുമില്ല. നല്ല ലെതർ ബാഗ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയി. പിന്നെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം നമുക്കൊന്ന് വാങ്ങാനൊക്കെ തോന്നും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും ഇതൊരു വിൻറ്റേജ് ക്യാമറ ഷോപ്പ് പോലെയാണ്. ഒത്തിരി പഴയ മോഡൽ ക്യാമറാസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ക്ലോതിങ്ങിൻ്റെ കടകളുണ്ടായിരുന്നു. ക്യൂട്ട് സാധനങ്ങളുണ്ടായിരുന്നു. ഇത് നോക്ക്, ബാത്ടബിനകത്ത് കുറേ സാധനങ്ങൾ ചിലപ്പോൾ ബേത്തിങ് എസെൻഷ്യൽസ് ആയിരിക്കും. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുറേ ആൾക്കാർ ഒന്നും ഇണ്ടാതെ ഡാൻസ് കളിക്കുന്നു. പിന്നെ മനസ്സിലായത് സൈലൻറ്റ് ഡിസ്കോ ആണെന്ന്. കാരണം എല്ലാവരുടെയും തലയിൽ ഹെഡ്ഫോൺസ് ഉണ്ടായിരുന്നു. ആർക്കും ഒരു ശല്യമില്ലാണ്ട് അവരൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷേ നല്ല ഡാൻസ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് 3rd റൗണ്ട് ഓഫ് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഈ സീ ഫുഡ് ക്ലാം ചൗഡർ കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ തിരക്ക് കണ്ടപ്പോഴത്തേക്കും അത് ഒഴിവാക്കാൻ തോന്നി. ഇതൊരു ബണ്ണിൻ്റെ അകത്ത് സീ ഫുഡ് സൂപ്പ് വരുന്നതാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു ശ്രീലങ്കൻ ഷോപ്പിൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടു. അതും ഒഴിവാക്കി ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും മൾഡ് വൈൻ കണ്ടു. അതെന്താണെന്ന് ഓടിപ്പോയി നോക്കിയപ്പോഴത്തേക്കും നല്ല ആവി പറക്കുന്ന വൈൻ. തലവേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. പിന്നെ നോക്കിയപ്പോഴത്തേക്കും സ്നേലിൻ്റെ വിഭവങ്ങൾ, ഒച്ചില്ലേ നമ്മുടെ. അപ്പോൾ ഒച്ച എവിടെ നോക്കാൻ വേണ്ടി എത്തി വലിയ നോക്കിയെങ്കിലും ഒച്ചിനെ കണ്ടില്ല. പക്ഷെ എനിക്ക് ഈ പറക്കി വെക്കുന്നത് ഒച്ചാണെന്ന് എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ച് വന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തി. നമ്മുടെ കല്ലുമക്കായ ഒരു വൈറ്റ് ക്രീമി സോസിലിട്ടിട്ട് പിന്നെ ഫ്രൈസ് ഒക്കെ ആയിട്ട് തരുന്ന സാധനമാണ്. അത് വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല വൈനിൻ്റെ മണം അടിച്ചു. പിന്നെയാണ് മനസ്സിലായത് വൈറ്റ് വൈൻ സോസാണ്. തലവേദന എനിക്കൊരു ശാപമായത് കാരണം അതും ഞാൻ ഒഴിവാക്കി. കുറച്ചുകൂടി നോക്കിയപ്പോൾ സ്കാലപ്സ് മോയ്സ്ചറും ഒക്കെ ഇങ്ങനെ ഫയർ ലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓർഡർ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത് സാധനം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. എനിക്ക് ഓയിസ്റ്ററാണ് കിട്ടിയത്. സാരമില്ല, ഓയിസ്റ്റർ എങ്കിൽ ഓയിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് കഴിച്ചു.
പണ്ട് നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പരസ്യം വരില്ലേ, നന്നായി ബാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന്. അതേപോലെ നന്നായിട്ട് ഓയിസ്റ്റർ ഇങ്ങനെ എൻജോയ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്തോ ഒരു ചെറിയൊരു കല്ലുകടി പോലെ എന്താണെന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കല്ലുപ്പായിരുന്നു. ആ കല്ലുപ്പിൻ്റെ അനാവശ്യമായ പ്രസൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓയിസ്റ്റർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി കഴിക്കണം എന്ന് വിചാരിച്ച സാധനമാണ് ഈ കറുത്ത സാധനമല്ല, അത് ഈ കാണുന്ന സാധനം. ഇതിൻ്റെ പേരാണ് പയയ. ഇതൊരു സ്പാനിഷ് ഒരു ഫുഡാണ്. അപ്പോൾ പയയ സീ ഫുഡ് ഐറ്റമാണ്. പയയ വാങ്ങി ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിന് ടിറമിസു വേണം. അവളൊരു ടിറമിസു പ്രാന്തിയാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ടിറമിസു. അപ്പോൾ അങ്ങനെ ഒരു ടിറമിസു വാങ്ങിച്ചു, പയ്യയും വാങ്ങിച്ചു ഞങ്ങളുടെ അടുത്ത് പോയി സെറ്റിലായി. എന്നിട്ട് എനിക്ക് ടിറമിസു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കോഫിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പയയ ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് കഴിക്കുന്നതാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനകത്തുണ്ടായിരുന്ന കലിമക്കായും പ്രോൺസും കൂന്തലും ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഫുള്ള് കഴിക്കാത്തതിന് എൻ്റെ ഫ്രണ്ടിൻ്റെ അന്നയുടെ എനിക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി ഒരു സാധനം വാങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ഈ പൊട്ടേറ്റോൻ്റെ സ്പൈറൽസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ പറ്റിയൊരു സാധനമാണ് കേട്ടോ. നാട്ടിലായാലും ഇവിടെ ആയാലും ഇതിൻ്റെ ഫാൻ ബേസ് കുട്ടികൾ തന്നെയാണ്. ഇത് മേടിച്ച് കൊടുത്ത് പിള്ളേരെ അങ്ങ് സൈഡാക്കിയാൽ അച്ഛനമ്മമാർ ഫ്രീ ആയി. പിന്നെ കുറച്ചൊരു ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഡോണറ്റ്സ് ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ അന്ന മേടിക്കാൻ സമ്മതിച്ചില്ല, കാരണം പയ്യെ കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ പണിഷ്മെൻ്റ് ആണത്രേ. നേരത്തെ ഞാൻ ഒരു സാധനം പറയില്ലേ, എന്തോ ഒരെണ്ണത്തിന് തല്ലിക്കൊന്ന് കോലിൽ കുത്തി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സാധനം ഞാൻ കണ്ടുമുട്ടി ഗൈസ്. ഇത് സ്ക്വിഡ് പോലത്തെ എന്തൊരു സാധനമാണ്. അതിനിങ്ങനെ അടിച്ച് പരത്തി സ്ക്യൂവേഴ്സിലാക്കിയിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റിൽ പണിഷ്മെൻറ്റിൽ ഗ്രൗണ്ടഡ് ആയത് കാരണം അതും എന്നെ മേടിക്കാൻ സമ്മതിച്ചില്ല. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കണം എന്നുണ്ട്. പക്ഷേ വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. ഒരുപാട് ഡെസേർട്ട്സ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡെസേർട്ട്സ്, നമുക്ക് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരിക്കും. അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പക്ഷേ ഇവിടെ ഒരു വരവ് കൂടി വരേണ്ടി വരും. പക്ഷേ വിൻ്റർ കഴിയുമ്പോഴത്തേക്കും, ഇത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് വരെ കണ്ടേ ഉള്ളൂ, അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിയും. അതിന് മുന്നേ വരാൻ പറ്റുവാണെങ്കിൽ വരണം, അല്ലെങ്കിൽ ഇനിയും വിൻ്റേഴ്സ് ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കൊഴിഞ്ഞു, കടകളൊക്കെ പൂട്ടി തുടങ്ങി. ഇപ്പോഴാണ് ഈ സ്ഥലം ശരിക്കും ഒന്ന് കാണാൻ പറ്റിയത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്പർ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ കടകളും പൂട്ടി ആളൊഴിഞ്ഞ സമയം നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറങ്ങി. എന്തായാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്ക് കുറച്ച് കുറയണം എന്നുണ്ടെങ്കിൽ വീക്ക്ലി 2 times ഒക്കെ വെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റിയിലൂടെ കുറച്ച് ദൂരം നടന്നു. എന്തൊരു ഭംഗി മെൽബൺ സിറ്റി രാത്രി കാണാമെന്ന് അറിയുമോ. എനിക്ക് ഭയങ്കര ആഗ്രഹം കുറേ നേരം സ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷേ വീട്ടിലെത്തണം എന്നുള്ളൊരു കാരണം ഞങ്ങൾ വേഗം പോയി. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞാനൊരു കാഴ്ച കണ്ടു ഗൈസ്. ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഐറ്റംസ് ആണ്. എന്നെ അറിയാമെന്നുള്ളവർക്കും എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ളവർക്കും അറിയാം. ക്രിസ്മസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. ക്രിസ്മസ്, ഹാലോവീൻ അങ്ങനത്തെ സാധനങ്ങൾ. എനിക്ക് ക്രിസ്മസ് ആകുമ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യാനും ക്രിസ്മസ് ആകുമ്പോൾ എനിക്കിതരം പ്രാന്താണ്. അപ്പോൾ ഈ ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. ഞാൻ അവിടെ കുറേ നേരം നിന്ന് സ്പെൻഡ് ചെയ്തു. ക്രിസ്മസ് ആവുന്ന സമയത്ത് ഒരു വരവൂടെ വരേണ്ടി വരും. അങ്ങനെ ഈ ക്രിസ്മസ് ഫോട്ടോഗ്രാഫിയും ക്രിസ്മസ് ഷോപ്പിൻ്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്ര പെട്ടെന്നൊന്നും അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അന്നേക്ക് അവസാനം പ്രാന്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്കും പോയി, അവളുടെ ബസ് സ്റ്റോപ്പിലേക്കും പോയി. അങ്ങനെ മെൽബൺ സിറ്റിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് കിട്ടിയ ബസ് കയറി വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. വിൻ്റർ സമയത്ത് മെൽബണിലുള്ള എല്ലാവരും പോകണം കേട്ടോ.